ഹലോ ഗൈസ്, നമ്മൾ കടയിൽ ഇപ്പോൾ കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോൾ മാങ്ങ കിട്ടിയാലും എനിക്ക് മാങ്ങക്കറി ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. കാരണം ഇപ്പോൾ റീൽസിൽ ഈ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കണ ഈ മാങ്ങക്കറിക്ക് ആ കറി യാതൊരു സാമ്യം ഉണ്ടാവില്ല. കാരണം അത് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. പിന്നെ പണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഓർമ്മ വെച്ചും പിന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങയുടെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കുക. പിന്നെ അത് കുരു അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളകും അങ്ങോട്ട് കീറിയിടുക. ഞാനാണെങ്കിൽ കുറച്ച് അധികം മാങ്ങ എടുത്തു, ആവേശമാണല്ലോ. പിന്നെ കുറച്ചധികം സവാള എടുത്ത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കൂടുതലാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇതിപ്പോൾ സവാള അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് മാങ്ങ കൂടുതലാണെന്ന് തോന്നി. പക്ഷേ മാങ്ങയല്ലോ സവാളയല്ലേ ഇച്ചിരി കൂടുതൽ വേണ്ടതെന്ന് ഓർത്ത് പിന്നെയും കുറച്ച് സവാള എടുത്ത് അങ്ങനെ കരുകുരുവെന്നായിരിക്കും. ഇതിപ്പോൾ വലിയ കുട്ടകത്തിൽ ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. പണ്ട് ഞാൻ ആദ്യമായിട്ട് ചില്ലി ഗോബി വെച്ചു. എല്ലാവരും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതി ഒരു ചീഞ്ചട്ടി നിറച്ചുണ്ടാക്കി. പക്ഷെ ആരും തിന്നില്ല. എന്തിന്, ആ ബെക്കാപ്പി പോലും കഴിച്ചില്ല. ആ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം വിനാഗിരി ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മി വെക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരും. ഇത് കൂട്ടി ഇച്ചിരി ചോറുണ്ണാന്നൊക്കെ മനസ്സ് പറയും, പക്ഷെ കഴിക്കരുത്. കാരണം കഴിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കറി ഉണ്ടാക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അതൊന്ന് സെറ്റായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം തേങ്ങ പൊതിക്കാൻ പഠിക്കാം. ഞാനൊക്കെ വളരെ കുഞ്ഞിക്കാലത്ത് തേങ്ങ പൊതിക്കാൻ പഠിച്ചാണ്. അതിൻ്റെയാണ് ഇപ്പോൾ ഈ കണ്ടതും. ഈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്, സാരമില്ല, നമ്മളത് സാരമാക്കണ്ട. ഞാൻ അരിവാളും കൊണ്ടാണ് തേങ്ങ പൊതിക്കാറ്. അതായിരുന്നു എനിക്ക് വശിപ്പ്. ഞാൻ വാക്കത്തി കൊണ്ടൊക്കെ തേങ്ങ പൊതിക്കും. ഇത് കുറച്ചും കൂടി എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാം. പക്ഷേ ഇപ്പം നിങ്ങൾ നാലാൾ കാണണമല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് വൃത്തിയാവട്ടെ എന്ന് വിചാരിച്ചും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമയം എടുത്തിരുന്ന് ഇങ്ങനത്തെ സംഭവമായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണത്. പണ്ടെങ്ങാണ്ട് കുഞ്ഞാങ്കാലത്ത് ഒരു ചമ്മന്തി എന്തോ ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ തേങ്ങ ഇല്ലാന്ന് പൊതിക്കാൻ പറ്റില്ല എന്ന് എങ്ങാണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ തേങ്ങ പൊതിക്കാനായിട്ട് പഠിച്ചത്. അതിൽ പിന്നെ എപ്പോഴും ഞാൻ തേങ്ങ പൊതിക്കും. വീട്ടിലാണെങ്കിൽ തെങ്ങുണ്ടായിരുന്നാലും തേങ്ങ ചാടുമ്പോൾ ഞാൻ ഓടിപ്പോയി എടുക്കും. അങ്ങനെ ഞാൻ എപ്പോഴും പൊതിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ അത്ര അത്യാവശ്യമാണെന്ന് തോന്നുന്ന കറികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ തേങ്ങ പൊതിക്കാറുള്ളൂ. ഈ കൃത്യമായിട്ട് രണ്ടായിട്ട് പൊട്ടിക്കുക എന്നൊരു ടാസ്ക്കാണ്. പിന്നെ അടുത്ത ടാസ്ക്കാണ് ദേ ഈ ഒരു സംഭവം. എല്ലാ ടാസ്കും കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് കറിക്കൊഴിക്കാൻ തേങ്ങാപ്പാൽ വേണം. മിക്സി പറഞ്ഞ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്, എടുത്തോളൂ, അടുത്ത ട്രിപ്പിന് വന്നാൽ മതി എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി. അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയിൽ അടിച്ചത് നേരെ എടുത്തൊന്ന് അരിച്ചെടുത്തു. അതാണ് നമ്മുടെ ഒന്നാം പാല്. നമുക്കിനി രണ്ടാം പാലും കൂടി വേണം. അതിന് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുത്തു. പിന്നെ അതും കൂടി ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുത്തു. ഇത് മതി. ഒന്നും കൂടി നമ്മളൊന്ന് അരിച്ചു കൊടുക്കണം കേട്ടോ, ചെറിയ ചെറിയ തേങ്ങയുടെ ഇതൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ അരിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ വെള്ളം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിലാണ് ഈ രണ്ടാം പാലിലാണ് നമ്മൾ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഒഴിച്ചു കൊടുക്കണത്. അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ കുറച്ച് കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് അരിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തു. ഇനി നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച മാങ്ങയുടെ പാത്രം നമ്മൾ തുറക്കുകയാണ് ഗൈസ്. നല്ല മണം. അയ്യോ, മണം നിങ്ങൾക്ക് കിട്ടില്ലല്ലോ, ഞാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഈ തിരുമ്മി വെച്ച മാങ്ങ നിറച്ചെടുത്ത് ചട്ടിയിലേക്ക് ഇടുക. പിന്നെ നമ്മൾ ഒന്നാം പാലും കൂടി രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിസ്ക് വെല്ല് ചെയ്യുക. അതുപോലെ തിളച്ചൊന്ന് വറ്റി വരണ സമയമാകുമ്പോൾ നമ്മുടെ ഈ ഒന്നാം പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണെങ്കിൽ ഇച്ചിരി തിക്കായിട്ടുള്ളതായതുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശപ്രകാരം ഇത് നന്നായിട്ട് കുറുക്കി വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഉദ്ദേശം തെറ്റിപ്പോയി. പിന്നെ ഇതിൻ്റെ ഒരു അവസാനത്തെ ഭംഗി എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലറിയാവുന്നതുകൊണ്ട് ഞാൻ ഒട്ടും ടെൻഷനായില്ല. ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറയും പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളതാവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. നേരെ ഒരു ചട്ടി എടുത്ത് അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ചധികം ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട്. നന്നായിട്ടൊന്ന് മിസ്ക് വെല്ല് ചെയ്ത് ഇളക്കി കരിഞ്ഞു പോകാത്ത ഒരു പാകമായിട്ട് വരുമ്പോൾ നമ്മൾ നേരെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ നമ്മൾ ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. അത് നമ്മൾ മറന്നു പോയത്. ഞാൻ മറന്നു പോയത് കൊണ്ട് ചെറുതായിട്ട് തീയും പുകയൊക്കെ വന്നൊന്ന് കത്തിക്കരിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഫുൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ വഴറ്റിയെടുത്ത സംഭവം മൊത്തം ഇതിലൂടെ ഒഴിച്ചോടുകൂടി നമ്മുടെ കറി റെഡിയായി. ഇത്രേ ഉള്ളൂ എൻ്റെ മാങ്ങാക്കറി. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൂടി ഞങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മോര് കറിയൊക്കെ പോലെയാണ്. ചാറാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കറിയിൽ ഞാൻ തന്നെ കുറ്റം പറയാൻ പാടില്ലല്ലോ, അത് ദോശയല്ലേ. അത് പറഞ്ഞപ്പോഴും ഓർത്തെ, നാളെ രാവിലെ കുറച്ച് ദോശ ഉണ്ടാക്കാം. ചാറ് എന്തായാലും കൂടുതലുണ്ടല്ലോ. മണമൊക്കെ ഏകദേശം സെറ്റായിരുന്നു. പിന്നെ ഞാൻ പണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് വന്നേക്കണത്. എന്തായാലും എനിക്കിഷ്ടമായി. ഇനി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇനി ഇതിനകത്തൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ നേരെ നമ്മൾ കുറച്ച് ചോറെടുത്തു. നമ്മുടെ മാങ്ങാക്കറി അങ്ങോട്ട് ലാവിഷായിട്ട് ഒഴിച്ചു. ഞാൻ മാത്രമായിട്ട് ചിലപ്പോൾ ഇനി കഴിക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചധികം പപ്പടം എടുത്തു, കുറച്ചധികം സാമ്പാറും എടുത്തു, പിന്നെ നമ്മുടെ വഴുതനങ്ങ എടുത്തു. അങ്ങനെ വയറ് നിറച്ച് തിന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.